ഓൾ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ് നോക്കിയത്. ഇക്വേഷൻസ് ഓഫ് മോഷൻ അണ്ടർ ഗ്രാവിറ്റി ആൻഡ് എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇക്വേഷൻസ് ഓഫ് മോഷൻ്റെ ബേസിസിലുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. അപ്പോൾ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഫിസിക്സിൻ്റെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് പ്രോബ്ലം. തിയറി പഠിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രോബ്ലം ചെയ്ത് പഠിക്കുക എന്നുള്ളത്. കാരണം എക്സാം ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തിയറി എഴുതാനുണ്ടാകും എന്നതിൻ്റെ കൂടെ ഒരു പാർട്ട് പ്രോബ്ലത്തിനും ആയിട്ട് ഉണ്ടായിരിക്കും. തിയറിയുടെ ഒപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫിസിക്സിലെ പ്രോബ്ലം. നമ്മൾ പഠിച്ച തിയറികളെ അനുസരിച്ചിട്ട് അതിൻ്റെ ബേസിസിലാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുക. അപ്പോൾ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ്റെ ബേസിസിലുള്ള കുറച്ച് പ്രോബ്ലംസ് നോക്കാം. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം, എ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആൻഡ് മൂവ്സ് വിത്ത് എ യൂണിഫോം ആക്സിലറേഷൻ ഓഫ് 5 m/s². ഫൈൻഡ് ദ വെലോസിറ്റി അറ്റൈൻഡ് ബൈ ദ ബോഡി ആൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഇറ്റ് ഇൻ 4 seconds. അപ്പോൾ ആദ്യം ഒരു പ്രോബ്ലം വായിച്ച് നോക്കുമ്പോൾ നമ്മൾ ആദ്യം തവണ വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ 1-2 തവണയൊക്കെ വായിച്ച് നോക്കാൻ ശ്രമിക്കണം. ഈ പ്രോബ്ലത്തിൽ പറയുന്ന കാര്യം എന്താണ്? എ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്. ഒരു ബോഡി റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആൻഡ് മൂവ്സ് വിത്ത് എ യൂണിഫോം ആക്സിലറേഷൻ 5 m/s². എന്നിട്ട് മൂവ് ചെയ്യാണ്. അതിൻ്റെ ആക്സിലറേഷൻ യൂണിഫോം ആക്സിലറേഷനാണ്. അതായത് ആക്സിലറേഷൻ കൂടുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയ നിരക്കിലാണ് എന്നതാണ് യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയുന്നത്. നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ ഒരേപോലെയാണ് ആക്സിലറേഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരുന്നത്. ദെൻ ആ ആക്സിലറേഷൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 5 m/s² എന്നുള്ളത്. Find the velocity attained by the body and the distance traveled by it in 4 seconds. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വെലോസിറ്റി അറ്റൈൻഡ് ബൈ ദ ബോഡി, ആ ഒബ്ജക്റ്റിനുണ്ട് കിട്ടുന്ന വെലോസിറ്റി, ആൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഇറ്റ് ഇൻ 4 seconds. 4 സെക്കൻഡിൽ ആ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും അതേപോലെ ആ ബോഡിയുടെ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. ഒരു പ്രോബ്ലം വായിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് പ്രോബ്ലത്തിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ, തന്നിട്ടുള്ള ഡാറ്റാസ് എന്തൊക്കെയാണെന്ന് നമ്മൾ എഴുതി വെക്കണം. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട് എ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്. റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി, തുടക്കത്തിലുണ്ടാകുന്ന വെലോസിറ്റി എന്താണ്? 0 ആയിരിക്കും. കാരണം ഇനീഷ്യലി ആ ഒബ്ജക്റ്റ് റെസ്റ്റിലാണ്, പിന്നീടാണ് മൂവ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി u = 0 എന്ന് എഴുതാം. ദെൻ പിന്നെ എന്താ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? ആക്സിലറേഷനാണ്. ആക്സിലറേഷൻ a എത്രയാണ് തന്നിട്ടുള്ളത്? 5 m/s². ദെൻ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും നമ്മളൊന്ന് എഴുതണം. പിന്നീട് ഒരു ഫാക്ടർ കൂടി തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട് 4 seconds എന്നുള്ളത്. ഫൈൻഡ് ദ വെലോസിറ്റി അറ്റൈൻഡ് ബൈ ദ ബോഡി ആൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഇറ്റ് ഇൻ 4 seconds. 4 സെക്കൻഡിൽ ആ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടൈം 4 seconds എന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പോൾ ടൈം t = 4 seconds എന്ന് എഴുതി വെച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ. പിന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നും കൂടി എഴുതി ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി പ്രോബ്ലത്തിനൊരു വ്യക്തത വരും. നമുക്ക് എങ്ങനെയാണിത് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് ഒന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി അറ്റൈൻഡ് ബൈ ദ ബോഡിയാണ്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0 ആകുമ്പോൾ പിന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഫൈനൽ വെലോസിറ്റിയാണ്. ആ മൂമെൻറ്റിൽ ആ ഒബ്ജക്റ്റിന് ബോഡിക്ക് എത്ര വെലോസിറ്റി അത് അറ്റൈൻ ചെയ്തു, അതാണ് ഫൈനൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി v = നമുക്കറിയില്ല, കണ്ടുപിടിക്കണം. ദെൻ പിന്നെന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഇറ്റ് ഇൻ 4 seconds. 4 സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് എസ് ആണ് ഡിസ്റ്റൻസിനോ ഡിസ്പ്ലേസ്മെൻറ്റിനോ ഒക്കെ എഴുതുന്നത്. s = അത് നമുക്കറിയില്ല. അപ്പോൾ ഈ 2 ഫാക്ടറാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിന് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി അറിയാം, ആക്സിലറേഷൻ അറിയാം, ടൈം അറിയാം. ഈ 3 ഫാക്ടേഴ്സും അറിയാവുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇക്വേഷൻസ് ഓഫ് മോഷനിലെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ 3 ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. ആ 3 ഇക്വേഷനിൽ നമ്മുടെ കയ്യിലുള്ള ഡാറ്റാസ് വെച്ചിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഇക്വേഷൻ ഏതാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ v = u + at എന്ന ഇക്വേഷനാണ്. വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ v = u + at.
അപ്പോൾ ഇവിടെ യുവും നമുക്കറിയാം, ആക്സിലറേഷൻ എയും അറിയാം, ടിയും അറിയാം. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാം. ഇക്വേഷൻ എഴുതിയിട്ടുണ്ട് അവിടെ, v = u + at. അതിൽ u 0 ആണ്, പ്ലസ് എ എന്ന് പറഞ്ഞാൽ 5 ആണ്, ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ ടൈം 4 സെക്കൻഡ് ആണ്. അപ്പോൾ 0 + 5 × 4 = 20 m/s. അപ്പോൾ വെലോസിറ്റി എന്ത് കിട്ടി? 20 m/s എന്ന് നമുക്ക് കിട്ടി. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ്. ഇത് ആ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. അപ്പോൾ എസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻസ് ഓഫ് മോഷനിൽ എസ്സിനുള്ള ഡിസ്റ്റൻസിനുള്ള ഇക്വേഷൻ എന്താ? എസ് = ut + ½ at² ആണ്. അവിടെയും എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാവുന്ന ഫാക്ടേഴ്സാണ്. ut + ½ at². u എന്ന് പറയുന്നത് 0 ആണ്, 0 × ടൈം t 4 സെക്കൻഡ് പ്ലസ് ½ × a ആക്സിലറേഷൻ a 5 × t². t എന്ന് പറഞ്ഞാൽ 4 സെക്കൻഡ്, 4². അപ്പോൾ 0 × 4 0 പ്ലസ് ½ × 5 × 4². 4² 16. ½ × 5 × 16 = 40 മീറ്റർ. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് നമുക്ക് എന്ത് കിട്ടി? 40 മീറ്റർ എന്ന് കിട്ടി. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിച്ചു. അപ്പോൾ യൂണിറ്റ് എഴുതാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള കാര്യം, യൂണിറ്റ് നിർബന്ധമായിട്ടും എഴുതണം. നമ്മൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ഏത് ഫാക്ടർ നമ്മൾ എഴുതുമ്പോഴും അതിൻ്റെ യൂണിറ്റ് നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. യൂണിറ്റിന് പ്രത്യേകമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ വെലോസിറ്റി നമുക്കിവിടെ 20 m/s എന്നും അതുപോലെ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇവിടെ 40 മീറ്റർ എന്നും ആൻസർ കിട്ടി. ദെൻ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള യൂണിറ്റുകളിൽ വേണം നമ്മൾ ആൻസർ കണ്ടുപിടിക്കാനായിട്ട്. ഇന്നിപ്പോൾ ഡിസ്റ്റൻസ് നമുക്ക് വേണമെങ്കിൽ കിലോമീറ്ററിൽ കിട്ടും, പക്ഷേ കിലോമീറ്ററിലാണ് കിട്ടിയതെങ്കിലും നമ്മളതിനെ മീറ്ററിലേക്ക് മാറ്റണം. അല്ലെങ്കിൽ സെൻറ്റിമീറ്ററിലാണ് ആൻസർ കിട്ടിയതെങ്കിൽ അതിനെ മീറ്ററിലേക്ക് മാറ്റി എഴുതണം. അപ്പോൾ SI യൂണിറ്റിൽ വേണം ആൻസറുകൾ എഴുതാനായിട്ട്. ഇതൊക്കെയാണ് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഇതേപോലെയുള്ള കുറച്ച് പ്രോബ്ലംസ് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എ യൂണിഫോംലി ആക്സിലറേറ്റഡ് ബോഡി ട്രാവൽസ് 100 meter during the 7th second and 110 meter during 9th second of its motion. If it is a case of uniform acceleration, determine the acceleration and initial velocity. Also, calculate the distance traveled by the body during the 11th second of its motion. എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? എ യൂണിഫോംലി ആക്സിലറേറ്റഡ് ബോഡി, യൂണിഫോമായിട്ട് ആക്സിലറേറ്റഡ് ആവുന്ന ആക്സിലറേഷനുള്ള ഒരു ബോഡി, അതായത് മൂവ് ചെയ്യുന്ന ഒരു ബോഡി ട്രാവൽസ് 100 meter ഡ്യൂറിങ് ദ 7th second. 7ാമത്തെ സെക്കൻഡിൽ ആ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് 100 മീറ്റർ എന്നുള്ളത്. 7ാമത്തെ സെക്കൻഡ് 7th സെക്കൻഡാണ്. ആൻഡ് 110 meter ഡ്യൂറിങ് 9th second ഓഫ് ഇറ്റ്സ് മോഷൻ. 110 മീറ്റർ ഡ്യൂറിങ് 9th second 9ാമത്തെ സെക്കൻഡിൽ ആ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് 110 മീറ്റർ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് എ കേസ് ഓഫ് യൂണിഫോം ആക്സിലറേഷൻ, ഇവിടെ യൂണിഫോം ആക്സിലറേഷൻ ആണ് ഒബ്ജക്റ്റിന് കിട്ടുന്നത് എങ്കിൽ ഡിറ്റർമിൻ ദ ആക്സിലറേഷൻ ആൻഡ് ഇനീഷ്യൽ വെലോസിറ്റി. കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ആക്സിലറേഷനും ഇനീഷ്യൽ വെലോസിറ്റിയും കണ്ടുപിടിക്കാം. ഓൾസോ കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോഡി ഡ്യൂറിങ് 11th second ഓഫ് ഇറ്റ്സ് മോഷൻ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ 11ാമത്തെ സെക്കൻഡിൽ ആ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണെന്നും കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 3 കാര്യങ്ങൾ കണ്ടുപിടിക്കണം: ആക്സിലറേഷൻ, ഇനീഷ്യൽ വെലോസിറ്റി, ദെൻ 11th സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. ഈ 3 കാര്യങ്ങളാണ് അവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇനി ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കാം. യൂണിഫോംലി ആക്സിലറേറ്റഡ് ബോഡി ട്രാവൽസ് 100 meter ഡ്യൂറിങ് ദ 7th second. അപ്പോൾ 7th സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഇവിടെ SNലുള്ള ഇക്വേഷനാണ്. അതായത് nth സെക്കൻഡിൽ ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തിട്ടുണ്ട്.
ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഇൻ ദ nth സെക്കൻഡ്. ഇവിടെ n = 7 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 7th സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് S7, SNൻ്റെ അനുസരിച്ചിട്ട് S7 = 100 മീറ്റർ അറ്റ് ടൈം t = 7. ദെൻ 9th സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് S9 എന്ന് എഴുതാം. S9 = 110 മീറ്റർ അറ്റ് ടൈം t = 9. t = 9 സെക്കൻഡിൽ t = 9. 9th സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് 110 മീറ്റർ. 7th സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് 100 മീറ്റർ. പിന്നെ അത്രയും മാത്രമേ ഇവിടെ തന്നിട്ടുള്ളൂ. പിന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ് ആക്സലറേഷൻ എയും ഇനീഷ്യൽ വെലോസിറ്റി യുവും കണ്ടുപിടിക്കണം. ദെൻ S11th സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, അതായത് S11 കണ്ടുപിടിക്കണം. നമുക്ക് ഉപയോഗിക്കേണ്ട ഇക്വേഷൻ SN = U + A × n - ½ U എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി, A മീൻസ് ആക്സലറേഷൻ, n എന്ന് പറഞ്ഞാൽ ടൈമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൽ നമുക്ക് ഒരു ഫാക്ടേഴ്സും അറിയില്ല ഈ ഇക്വേഷൻ ഉപയോഗിക്കാനായിട്ട്. U അറിയില്ല, A അറിയില്ല, അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് തന്ന ഇക്വേഷൻ അനുസരിച്ചിട്ട് എഴുതാം. S7, അതായത് 7th സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ബൈ ഇക്വേഷൻ അനുസരിച്ചിട്ട് എങ്ങനെ എഴുതാം? U + A × 7 - ½ n = 7 ആണ്. 7 - ½ = അതിൻ്റെ വാല്യൂ എത്രയാണ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ? 100 മീറ്റർ. അപ്പോൾ അവിടെ 7 - ½ അത് = എന്തെഴുതാം? U + A × 6.5. 7 - ½ എന്ന് പറഞ്ഞാൽ 6.5. അതിന് നമ്മൾ ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ദെൻ S9, 9th സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് = U + A × 9 - ½ അതിൻ്റെ വാല്യൂ എത്രയാണ്? 110 മീറ്റർ U + A × 9 - ½ മീൻസ് 8.5. സോ രണ്ട് ഇക്വേഷൻ, അതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. രണ്ട് ഇക്വേഷൻസ് കിട്ടി. 100 = U + A × 6.5, 110 = U + A × 8.5. ദെൻ ഇക്വേഷൻ നമ്പർ 2 നിന്ന് ഇക്വേഷൻ 1 കുറയ്ക്കുക. ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 ചെയ്യുമ്പോൾ ഇക്വേഷൻ 2 എന്താണ്? U + 8.5A = 110 മൈനസ് അതൊന്ന് കുറയ്ക്കുകയാണ് വേണ്ടത്. മൈനസ് U + 6.5A = 100. അതിന്ന് മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? 110ൽ നിന്ന് 100 കുറച്ചാൽ 10. 8.5A - 6.5A എന്ത് വരും? 2A. 8.5ൽ നിന്ന് 6.5 കുറച്ചാൽ 2A എന്ന് കിട്ടും. U - U, അടുത്തത് U ആണ്. U - U 0. അപ്പോൾ 2A = 10 എന്ന് കിട്ടും. അതിൽ നിന്ന് A = 10/2 = 10/2 എത്രയാ? 5 m/s², ആക്സിലറേഷൻ്റെ യൂണിറ്റ്. ആക്സിലറേഷൻ A എന്നുള്ളത് 5 m/s² എന്ന് നമുക്ക് കിട്ടി. ഈ കിട്ടിയ ആക്സിലറേഷൻ്റെ വാല്യൂ നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ നമ്പർ 1ലോ 2ലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതാണ് എഴുതിയിട്ടുള്ളത്. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് A ഇൻ ഇക്വേഷൻ 1. അപ്പോൾ ഞാനിവിടെ ഇക്വേഷൻ 1ലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇക്വേഷൻ 1 എന്താണ്? 100 = U + A 5 എന്ന് കിട്ടി. അപ്പോൾ 5 × 6.5. ഇക്വേഷൻ നമ്പർ 1 നോക്കുക. 100 = U + A × 6.5 എന്നാണ്. എക്ക് നമ്മൾ 5 കൊടുക്കുമ്പോൾ 100 = U + 5 × 6.5. 100 = U + 5 × 6.5 എന്നാൽ 32.5. U + 32.5 എന്ന് കിട്ടി. അതിൽ നിന്ന് U എന്ത് കിട്ടും? 100 - 32.5 ഈക്വൽസ് 100ൽ നിന്ന് 32.5 കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 67.5
മീറ്റർ പെർ സെക്കൻഡ്. ഇനീഷ്യൽ വെലോസിറ്റിയാണ് യു എന്നുള്ളത്, അതിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. ഇപ്പോൾ രണ്ട് ഫാക്ടേഴ്സ് നമുക്കിവിടെ കിട്ടി. എ ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ഇനീഷ്യൽ വെലോസിറ്റി യു ഈക്വൽ ടു 67.5 മീറ്റർ പെർ സെക്കൻഡ്. ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത മൂന്നാമത്തെ കണ്ടുപിടിക്കേണ്ട കാര്യം S11 ആണ്. S11ൻ്റെ ഇക്വേഷൻ എന്താ? S11 ഈക്വൽ ടു ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോഡി ഇൻ 11th സെക്കൻഡ് ഈക്വൽ ടു യു പ്ലസ് എ ഇൻറ്റു 11 മൈനസ് ഹാഫ്. യുവിൻ്റെ വാല്യൂ അറിയാം 67.5 പ്ലസ് 5 ഇൻറ്റു എ 5 ആണ്, 5 ഇൻറ്റു 11 മൈനസ് ഹാഫ് എന്ന് പറഞ്ഞാൽ 10.5 ഈക്വൽസ് S11 120 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ള 3 കാര്യങ്ങൾ ഇവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ഇങ്ങനത്തെ പ്രോബ്ലം അധികവും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ള പ്രോബ്ലമാണ്. ഒരു പ്രോബ്ലം ഈ തരത്തിൽ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം ഇവിടെ ഇപ്പോൾ S11ഉം S9ഉം തന്നിട്ടുണ്ട്, അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ S11ൻ്റെയും S9ൻ്റെയും വാല്യൂ എഴുതിയിട്ട് ആ ഇക്വേഷൻ എഴുതുക. ഒരു ഇക്വേഷനിൽ നിന്ന് മറ്റേ ഇക്വേഷൻ കുറയ്ക്കുക. രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഒന്നാമത്തെ ഇക്വേഷൻ കുറയ്ക്കുമ്പോൾ നമുക്ക് ആക്സിലറേഷൻ എ എന്നുള്ള ഫാക്ടർ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ നമ്പർ 1-ലോ 2-ലോ നമ്മൾ എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി യു കിട്ടുന്നു. എയും യുവും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത എസ് ഏത് സെക്കൻഡാണ് തന്നിട്ടുള്ളത് ആ സെക്കൻഡിലുള്ള ഡിസ്റ്റൻസ് ട്രാവൽഡ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. Moving to the next problem. A body moving with a velocity 20 meter per second is brought to rest in 5 seconds. Find the distance traveled by it before it comes to rest. Also, determine the distance traveled by it in the last second of its motion. A body moving with a velocity 20 meter per second. ഒരു ബോഡി 20 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയോടുകൂടി മൂവ് ചെയ്യാണ്. അതെന്താ ചെയ്യുന്നത്? ഈസ് ബ്രോട്ട് ടു റെസ്റ്റ് ഇൻ 5 സെക്കൻഡ്. 5 സെക്കൻഡ് ട്രാവൽ ചെയ്തതിന് ശേഷം ആ ബോഡി റെസ്റ്റിലേക്ക് വന്നു. അപ്പോൾ 20 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയോടുകൂടി സഞ്ചരിച്ചിരുന്ന ഒരു ബോഡി 5 സെക്കൻഡ് സമയം സഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ റെസ്റ്റ് പൊസിഷനിലേക്ക് വരികയാണ്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഇറ്റ് ബിഫോർ ഇറ്റ് കംസ് ടു റെസ്റ്റ്. അപ്പോൾ റെസ്റ്റ് പൊസിഷനിലേക്ക് വരുന്നതിന് മുമ്പ് ആ ബോഡി ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കുക. ഓൾസോ ഡിറ്റർമിൻ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഇറ്റ് ഇൻ ദ ലാസ്റ്റ് സെക്കൻഡ് ഓഫ് ഇറ്റ്സ് മോഷൻ. അതിൻ്റെ മോഷൻ്റെ ലാസ്റ്റ് സെക്കൻഡിൽ ആ ബോഡി ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ അത് ആകെ 5 സെക്കൻഡാണ് ട്രാവൽ ചെയ്തിട്ടുള്ളൂ. 5 സെക്കൻഡ് ട്രാവൽ ചെയ്തപ്പോഴത്തേക്കും റെസ്റ്റ് പൊസിഷനിലേക്ക് വന്നു. അപ്പോൾ ആ ലാസ്റ്റ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 5 സെക്കൻഡാണ്. 5ാമത്തെ സെക്കൻഡാണ് ലാസ്റ്റ് സെക്കൻഡ്. അപ്പോൾ ആ 5ാമത്തെ സെക്കൻഡിൽ ആ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും നമുക്കിവിടെ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണ്? ഒന്ന് 5 സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, അതാണ് റെസ്റ്റ് പൊസിഷനിലേക്ക് വരുന്നതിന് മുമ്പേ ആ ബോഡി ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 5 സെക്കൻഡ് സമയത്ത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്. പിന്നെ കണ്ടുപിടിക്കേണ്ടത് 5ാമത്തെ സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണെന്നും കണ്ടുപിടിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് തന്നിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് നോക്കാം. അപ്പോൾ ബോഡി ആദ്യം മൂവ് ചെയ്യുന്ന വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി യു ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതാം. ഇനീഷ്യൽ വെലോസിറ്റി യു 20 മീറ്റർ പെർ സെക്കൻഡ്. ദെൻ 5 സെക്കൻഡ് ട്രാവൽ ചെയ്തതിന് ശേഷം ബോഡി റെസ്റ്റ് പൊസിഷനിലേക്കാണ് വരുന്നത്. അപ്പോൾ ഫൈനൽ വെലോസിറ്റി എന്താണ്? പിന്നെ റെസ്റ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ ഫൈനൽ വെലോസിറ്റി വി ഈക്വൽ ടു 0 ആണ്. റെസ്റ്റിലേക്ക് വരുമ്പോൾ വെലോസിറ്റി 0 ആണ് അല്ലേ? ഒരു ഒബ്ജക്റ്റ് റെസ്റ്റ് പൊസിഷനിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ വെലോസിറ്റി 0 ആണ്. അപ്പോൾ ഫൈനൽ വെലോസിറ്റി ബി ഈക്വൽ ടു 0. ദെൻ ടൈം തന്നിട്ടുണ്ട്. ടി ഈക്വൽ ടു 5 സെക്കൻഡ് ടൈം എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡിസ്റ്റൻസ് ട്രാവൽഡ്
എസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദെൻ S5 5th സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി റെസ്റ്റിലേക്ക് വരികയാണ്. വെലോസിറ്റി കുറഞ്ഞ് 20 m/s എന്നുള്ള വെലോസിറ്റിയിൽ നിന്ന് കുറഞ്ഞ് വന്ന് വെലോസിറ്റി 0 ആവുകയാണ്. അപ്പോൾ വെലോസിറ്റി കുറഞ്ഞു വരുമ്പോൾ ആ ഒബ്ജക്റ്റിനുണ്ടാകുന്ന ആക്സിലറേഷൻ നെഗറ്റീവായിരിക്കും. ആക്സിലറേഷൻ നെഗറ്റീവാണ്, അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്നാണ് പറയുക. സോ അതിവിടെ എഴുതിയിട്ടുണ്ട്. ഹിയർ ദ ആക്സിലറേഷൻ ഈസ് നെഗറ്റീവ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും ടൈമും അറിയാമെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. A = V - U/T. ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് A = ഫൈനൽ വെലോസിറ്റി 0 മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി 20 ഡിവൈഡഡ് ബൈ 5 ടൈം 5. അപ്പം -20/5 = -4 m/s². ആക്സിലറേഷൻ A -4 m/s². നെഗറ്റീവ് ആണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ, ഇപ്പം നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി അറിയാം, ദെൻ ഫൈനൽ വെലോസിറ്റി അറിയാം, ആക്സിലറേഷൻ അറിയാം. അപ്പം നമുക്ക് V² ആക്സിലറേഷൻ്റെ ഇക്വേഷൻ V² = U² + 2as എന്നുള്ള ഇക്വേഷൻ നമുക്കിവിടെ ഉപയോഗിക്കാം. അതിൽ നിന്നും V 0 ആണ്, അപ്പോൾ 0 = U20 ആണ്, 20² + 2 × A - 4 × S. S നമുക്ക് അറിയില്ല, അപ്പോൾ S എന്ന് തന്നെ എഴുതുക. ദെൻ 0 = 20² എന്ന് പറഞ്ഞാൽ 400 + 2 × -4 × S ആണ്, അപ്പോൾ -8s. 400 - 8s. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ എഴുതാം? 0 = 400 - S ആണ്, അപ്പോൾ അതിൽ നിന്ന് 8s = 400. S = 400/8 50 മീറ്റർ. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്നുള്ളത് 50 മീറ്റർ എന്ന് കിട്ടും. 50 മീറ്റർ. അപ്പോൾ 5 സെക്കൻഡ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് 50 മീറ്റർ എന്നുള്ളത്. പിന്നെ കണ്ടുപിടിക്കേണ്ട കാര്യം S5 ആണ്, അതായത് 5ാമത്തെ സെക്കൻഡിൽ ആ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ 5ാമത്തെ സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ എഴുതാം? Sn = ഈ ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. Sn = U + A × n - ½. അപ്പോൾ S5 ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. S5 = U20 ആണ്, 20 + A എന്ന് പറഞ്ഞാൽ -4 -4 × n - ½ 5 - ½. n ഇവിടെ 5 ആണ്, 5 - ½. അപ്പോൾ 20 - 4 × 4.5 = 20 - 18 2 മീറ്റർ. സോ S5 = 2 മീറ്റർ എന്ന് കിട്ടി. ഇത്തരത്തിൽ 2 ഫാക്ടേഴ്സും 5th സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും 5 സെക്കൻഡിൽ 5 സെക്കൻഡ് സമയത്ത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഒന്ന് നമുക്ക് മാത്തമാറ്റിക്കലായിട്ടുള്ള കാൽക്കുലേഷൻസ് നന്നായിട്ട് അറിയണം. ഒരു ഇക്വേഷൻ അങ്ങോട്ട് റീഅറേഞ്ച് ചെയ്യാനും ഇക്വേഷനിൽ 1-2 ഫാക്ടേഴ്സ് അറിയാവുന്നുണ്ടെങ്കിൽ മൂന്നാമത്തത് കണ്ടുപിടിക്കാനായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ പോലുള്ള കാര്യങ്ങൾ. പിന്നെ അതിൽ ശ്രദ്ധിക്കാനുള്ളത് സിമ്പിൾസാണ്. നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. അതൊക്കെ പഠിച്ചാലാണ് നമുക്ക് ഇത്തരത്തിൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ 3 പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള ഇതേ മോഡലിലുള്ള പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കുന്നത് പരീക്ഷയ്ക്ക്. അപ്പോൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഏത് പ്രോബ്ലം ചോദിച്ചാലും ഈ ഒരു മെത്തേഡിൽ ചെയ്ത് പോവുക. ആദ്യം ക്വസ്റ്റ്യൻ നന്നായി വായിക്കുക, എന്തൊക്കെയാണ് തന്നിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് എഴുതുക, ദെൻ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അതിന് അനുയോജ്യമായിട്ടുള്ള ഇക്വേഷൻ തിരഞ്ഞെടുത്തിട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പരിശീലിക്കുക.